എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനാ സമയങ്ങളുണ്ടല്ലേ. എന്നാൽ ചില പ്രാർത്ഥനാ സമയങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മൾക്കുള്ളത്. എന്നാൽ ചില സമയങ്ങളെ സ്പെസിഫിക് ആയിട്ട് വിശുദ്ധ ബൈബിളിനകത്ത് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു സമയത്തും കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുകയും പെട്ടെന്ന് ചില വിടുതലുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്. അതിന് നമ്മൾക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്തോട്ട് വരാം. 14-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 14-ാം അധ്യായം എന്ന് പറയുന്നതേ നമ്മൾക്കറിയാം ഒരു പുറപ്പാടിൻ്റെ ജയത്തിൻ്റെ ഒരു അധ്യായമാണല്ലേ. എന്ന് വെച്ചാൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ചുകൊണ്ട് വരികയാണല്ലേ. അപ്പോൾ അവരെ വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ അവരുടെ പിറകെ ആര് വരികയാണ്? മിസ്രൈമ്യ സൈന്യം. എന്ന് വെച്ചാൽ അവരെ 430 വർഷം അടിമകളാക്കി വെച്ചിരുന്ന അവരുടെ കരത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ വീണ്ടും അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആര് വരിക? ഇതേ മിസ്രൈമ്യ സൈന്യം അവരെ പിന്തുടരുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിറകിൽ ആരാ നിൽക്കുന്നത്? മിസ്രൈമ്യ സൈന്യം. മുൻപിൽ എന്താണ്? ചെങ്കടൽ, രണ്ട് സൈഡിലും മലനിരകളും. ഇവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവരെത്തി നിൽക്കുന്നത് അല്ലേ. നമ്മൾക്കറിയാം അതിന് പശ്ചാത്തലം. നമ്മൾക്കറിയാം അവർ ആദ്യം യഹോവയോട് നിലവിളിച്ചും പിന്നെ മോശയോട് പിറുപിറുത്തു അല്ലേ. ഇതെല്ലാം ചെയ്തു. അപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ എന്നോട് നോക്കി എന്താണ് നിലവിളിക്കുന്നത്? എന്തിനാ? നീ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വടി എന്ത് ചെയ്യും? നീ ഒന്ന് മുൻപോട്ട് നീട്ടാനൊക്കെ മോശയോട് ദൈവം പറയുന്നു. എന്നിട്ട് കൽപ്പിക്കാൻ പറയുന്നു. അവിടെ നമ്മൾക്ക് ദൈവം ചെങ്കടലിനെ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലത്തോടെ ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഇവിടെ മോശയോട് കരം നീട്ടാൻ പറഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം രാത്രി മുഴുവൻ ശക്തിയേറിയ ഒരു കാറ്റടിപ്പിച്ചു അല്ലേ. കാറ്റടിപ്പിച്ചിട്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ആ ചെങ്കടൽ രണ്ടായിട്ട് അവിടെ മതിൽ പോലെ നിന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ മതിൽ പോലെ നിന്ന് ഉണങ്ങിയ നിലത്തോട് ദൈവം അവരെ അക്കരെ കടത്തുവാനായിട്ട് ഇടയായി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കണമേ, ഇവരെ പിന്തുടർന്ന് ആര് വരുന്നുണ്ടായിരുന്നു? മിസ്രൈമ്യ സൈന്യം വന്നു അല്ലേ. മിസ്രൈമ്യ സൈന്യം പിന്തുടർന്ന് വന്നപ്പോൾ അവിടെ എന്താണ്? ഇവിടെ 24-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ കാണുന്നത്? അവിടെ ഒരു യാമത്തെക്കുറിച്ച് പറയുക. പ്രഭാതയാമം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. യാമങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏതാണ് യാമം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുൻപേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രഭാതയാമം എന്ന് പറയുന്നത്? വെളുപ്പിന് 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമാണ് ഈ പ്രഭാതയാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഭാതയാമത്തിൽ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? യഹോവയാം ദൈവം അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി. എന്നിട്ട് നോക്കുക മാത്രമാണോ ചെയ്തത്? അല്ല, ആ സൈന്യത്തെ എന്ത് ചെയ്തു? അവരെ താറുമാറാക്കി. ഇനി എന്നിട്ടോ അവരുടെ രഥചക്രങ്ങളെ ദൈവം തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ അവരുടെ ഓട്ടം എന്താക്കി? അവരുടെ ഓട്ടം പ്രയാസമാക്കി. എന്ന് വെച്ചാൽ അതുവരെ അവരെങ്ങനെയാണ് വന്നത്? നല്ല സ്മൂത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പുറകെ വന്ന് ഞങ്ങൾ ഈസി ആയിട്ട് ഇപ്പം അവരെ പിടിച്ചു കൊണ്ടുപോകും, 430 വർഷമല്ല ഇനി അവരെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ അടിമകളായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാനായിട്ടാണ് ആര് വന്നത്? ഈ മിസ്രൈമ്യ സൈന്യം അവരുടെ പിറകെ വന്നത്. പക്ഷേ യഹോവയാം ദൈവം എന്താ ചെയ്തത്? പ്രഭാതയാമത്തിൽ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് നോക്കി അവരെ അങ്ങ് തെറ്റിച്ച് കളഞ്ഞു. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു. അപ്പോൾ എന്താണ്? അവർക്ക് ഓട്ടം പ്രയാസമാക്കി. എന്ന് വെച്ചാൽ അവർക്ക് ഓടാൻ പറ്റുന്നില്ല. അവരുടെ രഥങ്ങളൊന്നും മുൻപോട്ട് നീങ്ങുന്നില്ല. അല്ലെങ്കിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ ഇതെങ്ങോട്ട് പോകും? ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ പോകും. എന്ന് വെച്ചാൽ ഇവരുടെ കൺട്രോളിനകത്തും ഇവരുടെ യാത്ര നിൽക്കുന്നില്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഇവരെന്താ പറഞ്ഞു? അതിന് മുൻപേ ഒക്കെ മനസ്സിലായതാണ്. എന്നാലും അവർ യഹോവയാം ദൈവത്തിന് ഒരു വിലയും കൊടുക്കാതെ ഇസ്രായേൽ മക്കളെ വീണ്ടും അടിമകളാക്കാൻ അവരുടെ പിറകെ അങ്ങ് വന്നതാ അല്ലേ. എന്നിട്ട് എന്താ ചെയ്തത്? ഇവർ പറഞ്ഞു, ഇനി ഇവരുടെ പുറകെ പോയാൽ പറ്റത്തില്ല, നമ്മൾ ഇസ്രായേൽ മക്കളെ വിട്ട് ഓടിപ്പോവുക. കാരണം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരിറങ്ങിയിരിക്കുക? ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയാം ദൈവം ഇറങ്ങിയിരിക്കുക. അപ്പോൾ ആ ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയുമില്ല. ഇവിടെ ഇസ്രായേലിനെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സൈന്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ യുദ്ധസന്നദ്ധരായി തന്നെ പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട ഇസ്രായേൽ മക്കളെയൊന്നും അവർക്ക് പേടിയില്ല. അവർക്ക് ആരെയായിരുന്നു പേടി? യഹോവയാം ദൈവത്തെ പേടി അല്ലേ. അപ്പോൾ പറഞ്ഞാൽ യഹോവയാം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ വിട്ട് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. അവർ ഓടിപ്പോകാൻ നോക്കി
വിട്ട് ഓടിപ്പോകാൻ പറ്റിയോ? പറ്റിയില്ല. മോശയോട് ദൈവം എന്താ പറഞ്ഞ? നീ അങ്ങ് കടലിന് നേരെ കരം നീട്ടാൻ പറഞ്ഞു. കടലിൻ്റെ നേരെ കരം നീട്ടി എന്ത് സംഭവിച്ചു? ആദ്യം കരം നീട്ടിയപ്പോൾ അത് രണ്ടായിട്ട് മതിൽ പോലെ നിന്ന് ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തോടെ അക്കരെ കടന്നു. എന്നിട്ട് ഇസ്രായേൽ മക്കളെല്ലാം കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയുക, മോശയോട് പറയാം, നീ തിരിച്ച് കരം നീട്ടാൻ പറഞ്ഞു. എന്തിനാ? കടലിനെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കിയപ്പോൾ എന്താ പറ്റിയത്? ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന ഇസ്രായേൽ മക്കളെയും ദൈവത്തെയും ഭയമില്ലാതെ അവരെ പിന്തുടർന്ന, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയാൻ വന്ന സംഹാര സൈന്യത്തെ, ആ മിസ്രൈമ്യ സൈന്യത്തെ എന്ത് സംഭവിച്ചിരിക്കുക? ആ ചെങ്കടലിൽ അവരെ അങ്ങ് മുക്കിക്കളഞ്ഞു. ഒറ്റ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ല. അവർ മുഴുവൻ നശിച്ചു പോകുവാനായിട്ടിടയായി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പ്രഭാതയാമത്തിൽ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നും ദൈവം നോക്കി. അപ്പോൾ അതുവരെ ആര് പുറകെ വരുന്നുണ്ടായിരുന്നു? ഈ മിസ്രൈമ്യ സൈന്യം ഇവരുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സംഹാരകൻ ഇവരെ പിടിച്ചുകൊണ്ട് പോയി ഇവരെ നശിപ്പിച്ച് കളയാൻ. അത് മുൻപോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുമല്ലേ? അതിൻ്റെ 15-ാം അധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും. ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നാളും അവരെ അടിമകളാക്കി ജീവിക്കുവാൻ അനുവദിച്ചു, ഇനി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ജീവനോടെ വെക്കത്തില്ലെന്ന്. എന്ന് വെച്ചാൽ അവരെ അങ്ങ് തീർത്ത് കളയുമെന്നുള്ള ചിന്തയോടെ ആര് വന്നിരിക്കുന്നത്? ഇവർ വന്നിരിക്കുന്നത്, ഈ മിസ്രൈമ്യ സൈന്യം വന്നിരിക്കുന്നത്. എന്നാൽ ദൈവം വിട്ടുകൊടുത്തോ? തൻ്റെ ജനത്തെ വിട്ടുകൊടുത്തില്ലല്ലേ? തൻ്റെ ജനത്തെ ദൈവം രക്ഷിക്കുവാനായിട്ടിടയായി. തൻ്റെ ജനത്തിൻ്റെ ആ കഷ്ടതയും കണ്ണുനീരും കണ്ട് അവരെ പുറപ്പെടുവിച്ച ദൈവം അവരെ പാതി വഴിയിലും ഇട്ടിട്ട് പോയില്ല. എന്താ ചെയ്തത്? ദൈവം ആ മിസ്രൈമ്യ സൈന്യത്തെ എന്നേക്കുമായിട്ട് അങ്ങ് തകർത്ത് കളഞ്ഞു. അപ്പോൾ പിന്നീട് ഒരിക്കലും ഇവർക്ക് എന്ത് വരത്തില്ല, അങ്ങനെ ഒരു ഭയം പോലും ഇവരുടെ മുൻപിൽ വരാത്തവണ്ണം അവരെ ദൈവം അങ്ങ് മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അത് മാത്രമാണോ? ഇസ്രായേൽ മക്കൾ കണ്ടു അല്ലേ? ഇസ്രായേൽ മക്കൾ കണ്ടു ഇവരുടെ ശവങ്ങൾ ഇങ്ങനെ കടൽക്കരയിൽ ഇങ്ങനെ ചത്തടിഞ്ഞ് കിടക്കുന്നത് ആര് കണ്ടു? ഇസ്രായേൽ മക്കൾ കണ്ടു. അവരെ നശിപ്പിക്കുവാൻ വന്ന, അവരെ തകർക്കുവാൻ വന്ന സംഹാര സൈന്യത്തെ മുഴുവൻ ദൈവം ഒരൊറ്റ നോട്ടം കൊണ്ട് തകർത്ത് കളഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മളുടെ ഒരു സ്പെസിഫിക് ടൈം, അതായത് 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമിൽ നമ്മളുടെ പ്രാർത്ഥന നടന്നിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കറിയാം മഴയാണ്, നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല അല്ലേ? എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ടല്ല. ചിലപ്പോൾ 2 മണിക്ക് നമ്മൾക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റും. എന്നാലിപ്പോൾ മഴയൊക്കെയാണ്. ചിലർക്കൊക്കെ ആണെങ്കിൽ AC ഉള്ളവരുണ്ട്, ഇനി ചിലരൊക്കെ ആണെങ്കിൽ ഫാൻ ഇട്ടിട്ടോ ഒക്കെ ആയിരിക്കുന്നു. പുതച്ച് മൂടി കമ്പിളിയുടെ അകത്ത് പുതച്ച് മൂടി കിടക്കുക. അപ്പോൾ നമ്മൾക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ 3-4 പ്രാവശ്യമൊക്കെ അലാറം വെക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ അലാറത്തിൽ എഴുന്നേൽക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അലാറം വെക്കും. അപ്പം ഇത് മാറ്റിക്കൊണ്ടെന്ന് വെച്ചാലേ എന്ത് പറ്റത്തുള്ളൂ? എഴുന്നേൽക്കുവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറ്റത്തില്ല. കാരണം നമുക്ക് എന്ത് സംഭവിക്കും? നല്ല സുഖം ആ സമയത്ത് കിടന്ന് ഉറങ്ങാനല്ലേ? എന്ന് വെച്ചാൽ ആ ഒരു 3 മണി തൊട്ട് 6 മണി വരെയുള്ളൊരു സമയം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്ന സമയമാണല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളെ പ്രാർത്ഥിപ്പിക്കത്തില്ല എന്ന് ശത്രു ഒരു ഭാഗത്ത് കിടന്ന് നമ്മൾക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്താ? നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. കാരണം ആ സമയത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുണ്ട്. എന്തിനാ? സംഹാരദൂതനെ തകർക്കുന്ന സമയമാണത്. എന്ന് വെച്ചാൽ നമ്മളെ തകർക്കാൻ വരുന്ന, നമ്മളെ കീഴ്പ്പെടുത്തി കളയാൻ വരുന്ന, നമ്മളെ തകർത്ത് കളയുമെന്ന് പറയുന്ന, നമ്മളെ വെല്ലുവിളിക്കുന്ന എല്ലാ മിസ്രൈമ്യ സൈന്യങ്ങളെയും തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ സ്പെസിഫിക് ടൈമാണത്. അതുകൊണ്ട് ആ ടൈമിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മണിക്ക് വെച്ച് 6 മണിക്ക് എഴുന്നേൽക്കുകയല്ല ചെയ്യേണ്ടത്. 6 മണിയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർന്നിരിക്കണം. എന്ന് വെച്ചാൽ 6 മണിക്ക് മുൻപേ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുന്നേൽക്കുവാൻ തയ്യാറാകുക. അപ്പോൾ എങ്ങനെ എഴുന്നേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ പിന്തുടരുന്ന, നമ്മളെ വർഷങ്ങളായി പിന്തുടരുന്ന, നമ്മളെ ഒരു വിധത്തിൽ മുൻപോട്ട് വിടാതെ വണ്ണം നമ്മളെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ശത്രുവിൻ്റെ പോരുകളെയും ശത്രുവിൻ്റെ പോരാട്ടങ്ങളെയും ഒക്കെ തകർത്ത് നമ്മൾക്ക് ജയം തരുവാൻ ദൈവം റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരും കൂടെ റെഡിയാകണം, നമ്മളും കൂടെ അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകുക. അപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നോക്കിക്കോ. ജീവിതത്തിൻ്റെ വിടുതലുകൾ ഒന്നൊന്നായിട്ട് സംഭവിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പിശാചെന്ന് പറയുന്നവനെ നമ്മളോട് അടുക്കുവാൻ പറ്റത്തില്ല. അടുക്കുവാൻ പറ്റാതെ വേണം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണവും കാവലും നമ്മൾക്ക് തരിക മാത്രമല്ല, നമ്മളെ പിന്തുടരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം തകർത്ത് കളയുക തന്നെ ചെയ്യും. ഇനി അത് ആ ഒരു പഴയ നിയമത്തിൽ മാത്രം ഒതുങ്ങിയോ? ഇല്ല, പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാം
അവിടെ ശിഷ്യന്മാരോട് ദൈവം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അക്കരയ്ക്ക് പോകുമ്പോൾ ഇവർക്ക് കാറ്റ് പ്രതികൂലമായതുകൊണ്ട് ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, ഇവർ നശിച്ചു പോകുമെന്ന് ഇവരിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെ പറയുന്നുണ്ട്, പ്രഭാതയാമത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? കടലിൻ്റെ മീതെ നടന്നങ്ങോട്ട് വന്നു. എന്നിട്ട് പറയുന്നുണ്ടല്ലേ, അപ്പോൾ പത്രോസ്, നിങ്ങൾ ആദ്യം ഭൂതമാണെന്ന് പറഞ്ഞ് അവർ പേടിച്ചു പോയി. അപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, ഞാനാണെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, യേശുക്രിസ്തു ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ, കടലിൻ്റെ മീതെ നടന്നു വന്ന് കണ്ടപ്പോൾ എന്താണ്, കർത്താവെ ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. വന്നിട്ട് പത്രോസ് മുങ്ങിപ്പോകാൻ പോയി. എന്തിനാ മുങ്ങിപ്പോയത്? കാറ്റ് കണ്ട് പേടിച്ചു. അപ്പോഴും എന്താ അവിടെ? കാറ്റവിടെ അടിച്ചുകൊണ്ടിരിക്കുക, തിര പൊങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മേലെയാണ് നമ്മുടെ കർത്താവ് നടന്നു വന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഇവരെ തകർത്ത് കളയുവാൻ, ഇവരെ നശിപ്പിക്കുവാൻ ഓളങ്ങളും തിരമാലകളും കാറ്റ് പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഇങ്ങനെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ, എന്ന് വെച്ചാൽ ആ പ്രതികൂലത്തിൻ്റെ മുകളിൽ കൂടെ ദൈവം നടന്നു വന്ന് ആ പടകിനകത്ത് കയറിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? കാറ്റൊക്കെ അടങ്ങി, എല്ലാ കാറ്റും ശാന്തമായി, ഇവർക്ക് സ്മൂത്തായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് പറ്റി. അപ്പോൾ ഓർക്കുക, ഈ ഒരു പ്രഭാതയാമത്തിലെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മുൻപോട്ട് വിടാതെ, നമ്മളെ ഒരു വിധത്തിലും സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താതെ, നമ്മളെ പിന്തുടരുന്ന ചില സംഹാരദൂതൻ്റെ ശക്തികളെ, ഭയപ്പെടുത്തുന്ന ശക്തികളെ, നമ്മളെ അടിമകളാക്കുന്ന ശക്തികളെ തകർത്ത് കളഞ്ഞ് ദൈവം നമ്മൾക്കൊരു സ്മൂത്തായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ളൊരു യാത്ര നമ്മൾക്ക് ഒരുക്കാൻ പോകുന്ന ടൈമാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക. ഇന്ന് 1-ാം തീയതി അല്ലേ? അപ്പോൾ അങ്ങ് തീരുമാനമെടുത്തോളുക, കർത്താവേ എനിക്ക് ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ തരണം. ദൈവം കൃപ തരാതെ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഒപ്പം എന്താണ്, അലാറമൊക്കെ വെക്കണം, തൊട്ടടുത്ത് വെക്കണം, കുറച്ച് മാറ്റിയൊക്കെ അങ്ങ് കൊണ്ട് വെക്കണം. അപ്പോൾ എന്താണ്, എഴുന്നേറ്റ് വന്നിട്ട് അത് ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്താണ്, നമ്മൾക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള, എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അല്ലേ? ആ ബെഡിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങാനാണ് ബുദ്ധിമുട്ട്. അങ്ങ് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമ്മൾക്ക് പിന്നെ പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇങ്ങനെ അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മളും കൂടെ പ്രതികരിക്കണം, അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഉഷാറായിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം ചില അത്ഭുതങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുക മാത്രമല്ല, നമ്മളെ പിന്തുടരുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ചില മിസ്രൈമ്യ സൈന്യങ്ങളെ, ഫറവോന്യ ശക്തികളെ ദൈവം തകർത്ത് കളഞ്ഞ് നമ്മൾക്ക് സ്വാതന്ത്ര്യത്തോടെ മുൻപോട്ട് പോകുവാൻ, ഒരു ഭയം കൂടാതെ മുൻപോട്ട് പോകുവാനുള്ള സ്മൂത്തായിട്ടുള്ള അന്തരീക്ഷം ദൈവം നമ്മൾക്ക് ഒരുക്കുവാനായിട്ട് ഇടയാകും. അവരെങ്ങോട്ടായിരുന്നു യാത്ര? എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ, എൻ്റെ ജനത്തെ വിട്ടയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സന്തോഷത്തോടെ തപ്പെടുത്ത്, മിരിയാമിനെ പോലെ തപ്പെടുത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുവാനായിട്ട് ഇടയാകും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.